ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊക്കോ ലെമൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മിക്ക ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പാൽ കൊടുക്കാൻ നേരത്ത് കുഞ്ഞ് ബ്രസ്റ്റിൽ കടിക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ ബ്രസ്റ്റിൽ കടിക്കുന്നതിനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാരങ്ങളെന്നും നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിങ്ങനെ ബ്രസ്റ്റിൽ കടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ടീത്തിങ് പെയിൻ ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാറാവുമ്പോൾ അവരുടെ മോണയിൽ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഈ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ബ്രസ്റ്റിൽ കടിച്ചേക്കാം. രണ്ടാമത്തേത് ഓവർ ആക്റ്റീവ് letdown റിഫ്ലെക്സ് ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ ബ്രസ്റ്റിൽ നിന്ന് ഓവറായിട്ട് പാൽ ഒരുപാട് ഒഴുകുന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞിനെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ വരാൻ നേരത്ത് കുഞ്ഞ് ആ പാലിൻ്റെ ഫ്ലോ കുറക്കുവാനായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിൽ കടിച്ചേക്കാം. മൂന്നാമത്തേത് ഡിസ്ട്രാക്ഷൻ ഓർ ബോർഡം ആണ്. അതായത് നിങ്ങൾ കുഞ്ഞിന് പാൽ കൊടുക്കാൻ നേരത്ത് പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും TV-യുടെ ഒച്ചകളോ അല്ലെങ്കിൽ ഫോണിൽ ഭയങ്കര വോളിയത്തിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് വല്ല പണികളും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒച്ച കാരണം കുഞ്ഞിന് പാൽ മതി, ബോറടിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ കുഞ്ഞിന് കിട്ടുകയാണെങ്കിലും കുഞ്ഞ് ബ്രസ്റ്റിൽ കടിച്ചേക്കാം. അടുത്തത് എക്സ്പെരിമെൻറ്റിങ് വിത്ത് മൗത്ത് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് കുഞ്ഞ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞ് തൻ്റെ വാഗൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചിരിക്കാൻ പറ്റും, എങ്ങനെയാണ് ബബ്ലിങ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞ് കടിച്ചു നോക്കുകയാണ് നിങ്ങളുടെ ബ്രസ്റ്റിൽ. ഇങ്ങനെയും നിങ്ങളുടെ ബ്രസ്റ്റിൽ കുഞ്ഞ് കടിക്കാവുന്നതാണ്. അടുത്തത് ഹങ്കർ ഓർ ഫ്രസ്ട്രേഷൻ. അതായത് കുഞ്ഞുങ്ങൾക്ക് വിശന്നിരിക്കുമ്പോൾ അതുപോലെ തന്നെ കുഞ്ഞ് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസിലൊക്കെ ആണെങ്കിലും കുഞ്ഞ് നിങ്ങളുടെ ബ്രസ്റ്റിൽ കടിക്കുകയും പുള്ളവേ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇനി കുഞ്ഞ് ബ്രസ്റ്റിൽ കടിക്കുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തേത് വാച്ച് ഫോർ സൈൻസ് ഓഫ് ടീത്തിങ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാറായോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ കുഞ്ഞിന് പല്ല് വരാറായതുകൊണ്ടാണ് കുഞ്ഞ് ബ്രസ്റ്റിൽ കടിക്കുന്നതെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പെയിൻ റിലീഫ് ചെയ്യാനുള്ള ഒരു ടീത്തിങ് ടോയ് മേടിച്ചു കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് പല്ല് വരുന്നതെന്നും അതുപോലെ തന്നെ പല്ല് വരുമ്പോഴുള്ള വേദന എങ്ങനെ മാറ്റാമെന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. രണ്ടാമത്തേത് എക്സ്പ്രസ് എ ലിറ്റിൽ മിൽക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റിൽ നിന്ന് ഓവർഫ്ലോ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞ് നിങ്ങളെ കടിക്കുന്നതെങ്കിൽ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് കുറച്ച് പാല് കളഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തേത് കീപ്പ് യുവർ ബേബി ഫോക്കസ്ഡ്. അതായത് കുഞ്ഞിന് പാൽ കൊടുക്കാൻ നേരത്ത് കാമായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുവാനും ബാക്ക്ഗ്രൗണ്ടിൽ TV-യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുവാനും അതുപോലെ തന്നെ ഫോണിൻ്റെ ഒച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ മാറ്റി വെക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തേത് ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ബേബീസ് മൗത്ത് പൊസിഷൻ. അതായത് കുഞ്ഞ് കറക്റ്റായിട്ടാണോ ബ്രസ്റ്റിൽ ലാച്ച് ചെയ്തേക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ നാക്കുള്ളിലാണോ എന്നുള്ളതും അതുപോലെ തന്നെ കുഞ്ഞ് ലിപ്പ് ക്ലോസ് ആക്കിയിട്ടുണ്ടോ എന്നും കുഞ്ഞ് കറക്റ്റ് പൊസിഷനിലാണോ നമ്മൾ പിടിച്ചേക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി കുഞ്ഞ് ബ്രസ്റ്റിൽ കടിച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്റ്റേ കാമാണ്. അതായത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നേരത്ത് കുഞ്ഞുങ്ങൾ കടിക്കുകയാണെങ്കിൽ നിങ്ങൾ കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അയ്യോ എന്നൊക്കെ പോലുള്ള വാക്കുകൾ യൂസ് ചെയ്യാൻ നേരത്ത് കുഞ്ഞോർക്കും ഇതൊരു കളിയാണ്, അതായത് ഞാൻ കടിക്കാൻ നേരത്ത് അമ്മ ഇതുപോലെ ഇങ്ങനെ കളിക്കും എന്ന് കുഞ്ഞ് വിചാരിക്കുന്നത് കൊണ്ട് കുഞ്ഞ് വീണ്ടും വീണ്ടും കടിക്കുവാനോ ആഴത്തിൽ കടിക്കുവാനോ നോക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് ജെന്റ്ലി റിമൂവ് യുവർ ബേബി ഫ്രം ദ ബ്രസ്റ്റ്. അതായത് കുഞ്ഞിനെ പതുക്കെ ബ്രസ്റ്റിൽ നിന്ന് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കടിക്കുന്ന ഒരു ഫോഴ്സിൽ നമ്മൾ പതിയെ ഒന്ന് മുറുക്കെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞ് കടിച്ചു പിടിച്ചേക്കുകയാണെങ്കിൽ ബ്രസ്റ്റിൽ എന്തെങ്കിലും പൊട്ടലോ ക്രാക്കോ വരാനുള്ള കാരണമാവും. ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. പക്ഷേ അതിൽ ഇതുപോലുള്ള ചെറിയ ചലഞ്ചസ് നിറഞ്ഞതായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞ് ബ്രസ്റ്റിൽ കടിക്കുന്നതെന്നും അതുപോലെ അതിനുള്ള പരിഹാരങ്ങളും കണ്ടെത്തി കഴിഞ്ഞ് ഈ ഒരു ജേണിയെ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.